CPI-യുടെ നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിക്കുന്നുണ്ട്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളാണ് ചേരുക. നാളെ സംസ്ഥാന കൗൺസിലും ചേരും. പ്രതിപക്ഷ ഉപനേതാവിനെ നേതൃയോഗങ്ങളിൽ തെരഞ്ഞെടുക്കും. തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളാണെന്ന വിമർശനം ഒരു വിഭാഗം ഉന്നയിച്ചേക്കും. 8 സ്ഥാനാർത്ഥികൾ വിജയിച്ച് നേട്ടമായാണ് ബിനോയ് വിശ്വത്തിന്റെ അനുകൂലികൾ കാണുന്നത്. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. പ്രസാദ്, CPI-ക്കും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. 25 സീറ്റിൽ മത്സരിച്ചെടുത്ത് 8 സീറ്റിൽ മാത്രമാണ് വിജയം കാണാനായത്. ഈ പാർട്ടിക്കുള്ള ഉൾപാർട്ടി പോരുകളും ഒപ്പം ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ അത് പ്രതിഫലിച്ചു എന്നുള്ളൊരു വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അതൊക്കെ ഇന്ന് ചേരുന്ന നേതൃയോഗങ്ങളിൽ ചർച്ചയാവില്ല. ഒപ്പം ബിനോയ് വിശ്വത്തിനെതിരെയും കടുത്ത വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭ്യമാവുന്നുണ്ടല്ലോ. കീർത്തന, ഷിഹാസെ, CPIM-ൽ സംഭവിക്കുന്നത് പോലെ തന്നെ CPI-യിലും സംഭവിക്കാനുള്ളൊരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണല്ലോ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി, അതായത് സംസ്ഥാനം ഭരിച്ച പാർട്ടിയുടെ മുന്നണിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ 2 ദിവസമായിട്ടും ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് സംസാരിച്ചില്ല എന്നുള്ളതാണ്. നേരത്തെ പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന സംസ്ഥാന സെക്രട്ടറിയാണ് കനത്ത തോൽവി ഏറ്റുവാങ്ങിയതോടെ മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒക്കെ ചേരുന്ന യോഗത്തിൽ ആ തോൽവി കാര്യമായ ചർച്ച ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളാണ് ഇന്ന് ചേരുക. നേരത്തെ പറഞ്ഞതുപോലെ നാളെ CPI-യുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരും. ബിനോയ് വിശ്വത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ ഒരു വിഭാഗം യോഗത്തിൽ ഉന്നയിച്ചേക്കും. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പാളിച്ചയാണ് പ്രധാനമായും വലിയ വീഴ്ചയായി ബിനോയ് എതിരായിട്ടുള്ള വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ 8 സീറ്റുകൾ ഈ തകർന്ന തരിപ്പണമായപ്പോഴും കിട്ടിയത് അത് വലിയ നേട്ടമായിട്ടാണ് ബിനോയ് അനുകൂലികൾ പറയുന്നത്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത ആഘാതം എല്ലാ തലത്തിലും ചർച്ച ചെയ്യും. ഒരുപക്ഷെ CPIM എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകളിൽ ശക്തമായ നിലപാടെടുത്ത് തിരുത്തേണ്ടവരാണ് CPI എന്നുള്ളതാണ് പൊതുവിൽ ബിനോയ് വിശ്വത്തെ എതിർക്കുന്നവർ പറയുന്നത്. PMC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടെന്ന് CPI സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പല വിഷയങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM-നും കീഴടങ്ങിക്കൊണ്ടുള്ളൊരു നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിക്കുന്നത് എന്ന വിമർശനം നേരത്തെ തന്നെ ബിനോയ് വിശ്വത്തെ എതിർക്കുന്നവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന കനത്ത പരാജയം അതിപ്പോൾ CPI-യുടെ കമ്മിറ്റിയുടെ മുന്നിലേക്ക് വരികയാണ്. അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. മാത്രവുമല്ല, ഇനിയിപ്പോൾ ഈ യോഗത്തിലാണ് പ്രതിപക്ഷ ഉപനേതാവിനെ തെരഞ്ഞെടുക്കേണ്ടത്. എന്തായാലും കനത്ത വിമർശനങ്ങൾ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. CPI-യുടെ നേതൃയോഗങ്ങൾ ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവി അത് വിലയിരുത്തും.